ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ എങ്ങനെയാണ് നമുക്കൊരു നമ്മുടെ ഹോൾഡിങ്സിൽ നിന്ന് സെല്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഏഞ്ചൽ ബ്രോക്കിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തു. പോർട്ട്ഫോളിയോക്കകത്ത് കഫേ കോഫിയുടെ നല്ല രീതിയിലൊരു സെല്ലിനുള്ള ടൈം ആയിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അടിയിലൂടെ സെല്ലിനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. സെല്ല് ഓപ്ഷൻ സെലക്ട് ചെയ്തു. ക്വാണ്ടിറ്റി ഇവിടെ അടിക്കുക. ഇവിടെ ഏത് പ്രൈസിനാണെന്നുള്ളത് അടിക്കുക. 390.9 നമുക്കൊരു 40 കൊടുത്ത് നോക്കാം. 40.0 ഡെലിവറി തന്നെ നടക്കുന്നത്. സെല്ല് ക്ലിക്ക് ചെയ്തു. CDSLൻ്റെ പിൻ വെരിഫൈ ഉള്ള ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്തു. നമ്മുടെ കയ്യിൽ CDSLൻ്റെ പിൻ ഉണ്ടെങ്കിൽ ആ പിൻ ഇവിടെ അടിച്ചു കൊടുക്കുക. സിസ്റ്റം അല്പം സ്ലോ ആയെന്ന് തോന്നുന്നു. നമ്മൾ പിൻ അടിച്ചു. പിന്നെ അതിൻ്റെ എല്ലാം നോക്കട്ടെ. 3046 ഓക്കെ, വെരിഫൈ ചെയ്തു. OTP വരും. നമ്മൾ ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് കാണാൻ സാധിക്കും ടൈം ഇവിടെ 10 മിനിറ്റാണ്. നമുക്ക് OTP അടിക്കണം. OTP വന്നു 25 ഓട്ടോ ഫിൽ ചെയ്തു. അത് വെരിഫൈ കൊടുത്തു. TPN വെരിഫൈഡ് വന്നു. നമുക്കിനി ഒന്നുകൂടെയും കൺഫേം ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ 95 ആണ്. 40 നമുക്ക് കൺഫേം ചെയ്യാം. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ ചാൻസ് കൂടുതലുണ്ട്. ഓർഡർ പ്ലേസ് ചെയ്തു. നമുക്ക് നോക്കാം. ഇപ്പോൾ കറൻറ്റ് പ്രൈസ് നിൽക്കുന്നത് 39.95 ആണ്. ഞാൻ ഓർഡർ ചെയ്തേക്കണം 40 റുപ്പീസിലാണ്. അതുകൊണ്ട് ഇതായിട്ട് ഒരു ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. പയ്യെ എക്സിക്യൂട്ട് ചെയ്യുമായിരിക്കും. ഇപ്പോൾ ഓരോന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിനുള്ള മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. അന്നേരം നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടേത് പൊസിഷനിലേക്ക് മാറും. തൽക്കാലം ഒന്നും എക്സിക്യൂട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് നോക്കാം. കറൻ്റ്ലി 40 റുപ്പീസിന് ഏകദേശം ഒരു 1000ഓളം ക്വാണ്ടിറ്റീസ് നിൽക്കുന്നുണ്ട്. 8,000ഓളം 7,000ഓളം ക്വാണ്ടിറ്റീസ് നിൽക്കുന്നുണ്ട്. തൽക്കാലം പ്രൈസ് വീണ്ടും താഴേക്ക് പയ്യെ പോവുകയാണ്. കാരണം ഉടനെ എക്സിക്യൂട്ട് ആവുമോ എന്ന് അറിയത്തില്ല. കുറച്ച് നേരം ഞാൻ വേണമെങ്കിൽ പോസ് ചെയ്ത് വെച്ച് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ കാണാൻ സാധിക്കും. ബേസിക്കലി ബയേഴ്സ് കൂടി വരുന്നുണ്ട്. അപ്പോൾ പ്രൈസ് മുകളിലേക്ക് തന്നെ പോകാനാണ് ചാൻസ്. പക്ഷേ കറൻ്റ്ലി സെല്ലേഴ്സിൻ്റെ കൂടുതലുണ്ട്. ഒറ്റയടിക്ക് ചിലപ്പോൾ എക്സിക്യൂട്ട് ആയെന്ന് വരത്തില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ കുറച്ച് നേരം അതിലും പോസ് ചെയ്യാം വീഡിയോ. എപ്പോഴും എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ഇതാണ് ബേസിക്കലി പ്രൊസീജിയർ. നമ്മുടെ CDSL പിൻ അടിക്കുക. OTP വരും. OTP എൻ്റർ ചെയ്യുക. പിന്നെ ഒന്നുകൂടെയും റീകൺഫേം ചെയ്തേക്കുക. ഇനി ഇത് നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മോഡിഫൈ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഇത് ഓർഡർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഫ്രണ്ട്സ്, തൽക്കാലം ഞാൻ അത് പോസ് ചെയ്യുകയാണ്. എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ ഓരോന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നതനുസരിച്ച് കണ്ടിന്യൂ ചെയ്യാം. ഉടൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഈസിനെസ്സിന് നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ ചെയ്ത് നോക്കാം. ഞാൻ അത് മോഡിഫൈ ചെയ്യുകയാണ്. ഇവിടെ താഴെ മോഡിഫൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ കിടക്കുന്ന ലിമിറ്റ് പ്രൈസ് മാറ്റി ഞാൻ മാർക്കറ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്. അന്നേരം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പ്രൈസ് ഒന്നുമില്ല. കാരണം മാർക്കറ്റ് പ്രൈസ് ആണല്ലോ. അതിൽ ഞാൻ സെല്ല് കൊടുത്തു. കൺഫേം സെല്ല് കൊടുത്തു. നമുക്കിവിടെ കാണാൻ സാധിക്കും ഓർഡർ ബുക്കിനകത്ത് നോ പെൻഡിങ് ഓർഡേഴ്സ്. പൊസിഷനിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 39.80 ഓർഡർ എക്സിക്യൂട്ടായി. ക്വാണ്ടിറ്റി ഇവിടെ കാണുന്നത് -250 എന്നുള്ളതാണ് കാണുന്നത്. അതായത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് -250 ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്തെന്നാണ്. അത് ഓർഡർ ചെയ്താണ് പ്രൈസ് ആണ്. കറൻറ്റ് പ്രൈസ് ഇതാണ്. അതിപ്പോൾ 39.80 തന്നെ നിൽക്കുന്ന കാരണം ഗെയിൻ 0 ആണ്. പിന്നെയും പ്രൈസ് കൂടിയുണ്ട് -1. ഇനിയിപ്പോൾ പ്രൈസ് ഇതിൽ നിന്ന് കുറയുവാണെങ്കിൽ ഇവിടെ പ്ലസ് ഫിഗർ വന്നിരിക്കും. ഇന്നത്തെ മാർക്കറ്റ് അവർ കഴിയുമ്പോൾ ഇത് സെറ്റിലാവും. ഈ ആവറേജ് പ്രൈസ് എത്രയാണോ സെറ്റായേക്കുന്നത് ആ പ്രൈസിൽ തന്നെ ഇത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ടായിട്ട് നമുക്ക് ആ പ്രോഫിറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. പല ആൾക്കാർക്കുള്ള കൺഫ്യൂഷനാണ് സെല്ല് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇവിടെ പൊസിഷനിൽ വന്ന് കിടക്കുകയാണല്ലോ എന്നുള്ളത്. പൊസിഷനിൽ വന്ന് കിടക്കാൻ നമുക്കിതൊരു മോഡിഫൈ ചെയ്ത് കൺവേർട്ട് ചെയ്ത് വേണമെങ്കിൽ ഇത് എക്സിറ്റ് മാർക്കറ്റ് അവർക്ക് അതിനേക്കാളും മുമ്പ് ഇങ്ങനെ എക്സിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് ഇൻട്രാഡേയിൽ കൺവേർട്ട് ചെയ്യാനൊക്കെയുള്ള ഒരു ഓപ്ഷന് വേണ്ടി വരുന്നതാണ്. നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട. ഇങ്ങനെയാണ് ഇട്ടാൽ മതി. മാർക്കറ്റ് അവർ കഴിയുമ്പോൾ നമുക്കിത് ഈ